ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെറിൻ അസർ. അപ്പോൾ നമ്മുടെ സലാലയിലെ 3-ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലൂടെയുള്ള ഈ റൂട്ടിൽ കൂടെ നമ്മൾ സലാലയിലെ കുറച്ച് കൂടി സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നും ഈദിൻ്റെ വലിയ പെരുന്നാളിൻ്റെ അവധിയാണെന്ന് തോന്നുന്നു. കടകളൊക്കെ കുറവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള തേങ്ങ, മാങ്ങ, ചക്ക ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നിട്ട്. രണ്ട് സൈഡിലും കടകൾ നിറച്ച് ഫുള്ള് നമ്മുടെ നാട്ടിൽ മറ്റേ ചന്ത ഒക്കെ ഇല്ലേ, ചേളാരി ചന്ത, ആ ഭാഗത്തൊക്കെ പോയ പോലെ നിറച്ച് തേങ്ങ, മാങ്ങ, ചക്ക, എല്ലാവിധ സാധനങ്ങൾ, കരിമ്പ് എല്ലാതും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ചേരമാൻ പെരുമാളിൻ്റെ ഖബർസ്ഥാൻ കാണാനാണ്. ചേരമാൻ പെരുമാൾ ആരാന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. അദ്ദേഹത്തിന് കേരളം പോലുള്ളൊരു സ്ഥലത്ത് ഖബറടക്കണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനി. ഏകദേശം കേരളം പോലെയല്ല, കേരളത്തിൽ തന്നെ ഖബറടക്കിയ പോലെയാണ് അല്ലേ എനിക്ക് തോന്നുന്നത്. അതേപോലെയുള്ള സ്ഥലമാണല്ലോ ഈ സലാല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് കേരളത്തിൽ വന്നിട്ട് പിന്നെ ഇസ്ലാം മത പ്രബോധനം നടത്തണമെന്ന് വന്ന് തിരിച്ച ആളാണ്. പക്ഷെ സലാലയിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ ഇവിടെ ഖബറടക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ വാഴത്തോട്ടം അതുപോലെ ഈ തെങ്ങും തോപ്പൊക്കെ ഉള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ കുറവാണ്. പക്ഷേ ഇതിപ്പോഴും നിലനിർത്തി ആ ഒരു പച്ചപ്പും പരിതാപകരമൊക്കെ നിലനിർത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇമ്രാൻ നബി അലൈഹി സ്വലാമിൻ്റെ മഖബറ കാണാനാണ്. വേവ്സിലെ ആ കേർ
അടുത്ത നമ്മൾ പോകുന്നത് ഷാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്കാണ്. ആ വില്ലേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഒരു പ്രത്യേക ക്ലൈമറ്റാണ് അവിടെ കേട്ടോ. ഇതാക്കണ്ടല്ലോ, കോടമഞ്ഞൊക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് കുറച്ചും കൂടി ദൂരം പോകാനുണ്ട് കേട്ടോ. ഒരു അടിപൊളി വൈബായി തോന്നുന്നുണ്ട്. നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ താത്തിയപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, ചാറ്റൽ മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ നല്ല തണുക്കുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ആകെ സീനാണ്. അപ്പം നമ്മൾ ഷാത്ത് വില്ലേജിലെ കിഡിലൻ ക്ലൈമറ്റ് ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഫ്രണ്ടിലേക്ക് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടി ഒന്ന് വിസിബിൾ ആയിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. നല്ല നമുക്കൊന്നും ഫ്രണ്ടിലേക്ക് കാണുന്നേ ഉണ്ടായിരുന്നില്ല. എന്തൊരു കിഡിലൻ ക്ലൈമറ്റാണെന്നറിയോ, അടിപൊളി സ്ഥലം. അപ്പം ഏകദേശം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താഴെ എത്തിയിട്ടോ. അപ്പോൾ കുറേ നേരമായി നമ്മൾ റെസ്റ്റോറൻറ്റ്സ് തപ്പി നടക്കുന്നു. ഇവിടെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ശരിക്കും 4 ദിവസം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ശരിക്കും ഇന്ന് 3ാമത്തെ ദിവസമായിട്ടും പെരുന്നാളിന് എൻ്റെ ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല. റെസ്റ്റോറൻറ്റ്സ് പോലും ഓപ്പൺ അല്ല. അപ്പം നമ്മൾ തിരഞ്ഞ് അവസാനം 3 മണിയായി. നമുക്ക് ഫൈനലി ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ നല്ല ബിരിയാണി ഒക്കെ തട്ടി വിടുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം വന്ന് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളായിരുന്നു. പക്ഷേ വാട്ടർഫോൾസ് ഒന്നുമില്ല. മഴ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, മഴ പെയ്തിട്ട് 2 വീക്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയൊരു തടാകം പോലെ ഇങ്ങനെ വെള്ളം കുറച്ച് കെട്ടിക്കിടക്കുന്നുണ്ട്. വാട്ടർഫോൾസ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുറച്ച് ഒഴുകി വന്നിട്ട് നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഇവിടെ ഇറങ്ങി പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് നേരം അവരൊക്കെ ഒന്ന് വെള്ളത്തിൽ കളിപ്പിച്ച് അവർ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ശരിക്കും എല്ലാവരും പറയുന്നത് ഈ ഒരു ഏരിയ ഒക്കെ നല്ല വെള്ളം ഫുള്ള് ഹൈറ്റിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ടൗണിൽ എവിടെയെങ്കിലും പോയി KFC കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ KFC ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് KFC കഴിച്ചിട്ട് നമ്മളിനി നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ.